ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഉച്ചയ്ക്ക് ശേഷമുള്ള വിശേഷങ്ങളൊക്കെ ആയിട്ടാട്ടോ വന്നിരിക്കുന്നത്. അപ്പോൾ വലിയേട്ടൻ ഇപ്പോൾ നൈറ്റൊക്കെ കഴിഞ്ഞിട്ട് വന്നിരിക്കുക കേട്ടോ. അപ്പോൾ കുട്ടീനെ എടുത്തുകൊണ്ട് നടക്കുന്നുണ്ട്. അവൾക്ക് കഴിക്കാനൊക്കെ കൊടുത്തോളെ കുളിയൊക്കെ കഴിഞ്ഞു. പിന്നെ അങ്ങനെ ഉച്ചയായി ഏട്ടൻ കഴിക്കാൻ വന്നു കേട്ടോ. രാജേട്ടൻ നോക്കുമ്പോൾ വരുമ്പോൾ പിന്നെ തണ്ണിമത്തം കൊണ്ടുവന്നു കേട്ടോ. തണ്ണിമത്തം കൊണ്ടുവന്നു. അപ്പോൾ ഞാനുണ്ടായിരുന്നു, കുട്ടി ഉണ്ട് എൻ്റെ കൂടെ. അപ്പോൾ ഞാൻ കുട്ടീനെ മേടിക്കാൻ വേണ്ടി പോയതായിരുന്നു. അപ്പോൾ കുട്ടീനെ എടുക്കണമെങ്കിൽ തണ്ണിമത്തം പിന്നെയും വണ്ടിയിൽ കൊണ്ടുപോയി വെച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ പിന്നെ വലിയമ്മായി അവിടെ അടുക്കള തന്നെയാണ് കേട്ടോ. അപ്പോൾ ചെറിയമ്മായി ഉണ്ടായിരുന്നു. വറകും കാര്യങ്ങളൊക്കെ അടുക്കി പെറുക്കി വെക്കുകയായിരുന്നു. അതൊക്കെ ഇങ്ങോട്ട് ചെതൽ വന്നിട്ടൊക്കെ. അപ്പോൾ ഈ 2-3-5 ദിവസമായിട്ട് ചെറിയമ്മായിക്ക് ലീവാണ്. അപ്പോൾ പെസഹ, വാഴ, വെള്ളി, ഈസ്റ്റർ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അവർ അങ്ങനെ പഠിക്കുമ്പോഴടുത്ത് അവർ ക്രിസ്ത്യൻസാണ്. അപ്പോൾ അവർക്ക് 4-5 ദിവസമായിട്ട് ലീവായിരുന്നു. പിന്നെ ഉച്ചയ്ക്ക് ഏട്ടൻ വന്നപ്പോഴത്തേന് എല്ലാ കറികളൊക്കെ ആയിരുന്നു കേട്ടോ. ഉപ്പേരി, ബീൻസ് ഉപ്പേരിയും, പിന്നെ ബീൻസ് അല്ല, കൊത്താമര ഉപ്പേരി, സാമ്പാറും, പിന്നെ തലേദിവസം വറുത്ത് വെച്ചിട്ടുണ്ടായിരുന്ന പിന്നെ ഈ സ്രാവ് മീനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ കൂട്ടി അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് തിന്ന്. പിന്നെ അങ്ങനെ അവർ ഭക്ഷണമൊക്കെ കഴിച്ചാൽ അങ്ങനെ വലിയേട്ടനും ചെറിയേട്ടനൊക്കെ അങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്നു. അവർ കുറച്ച് നേരം റെസ്റ്റൊക്കെ എടുത്തു കേട്ടോ. പിന്നെ എപ്പോഴും നമ്മൾ പിന്നെ ചെറുതാണെങ്കിലും വലുതാണെങ്കിലും നമുക്ക് പിന്നെ എപ്പോഴും ഒന്ന് കിടക്കാനൊന്നും സമയം ഉണ്ടാവുമൊന്നുമില്ല. ഉച്ചയ്ക്ക് ഓരോരോ ജോലികളുണ്ടാവും. വെള്ളം പിടിക്കലും വെള്ളമൊക്കെ പിടിക്കണം, ടാങ്കൊന്നും വയ്ക്കാത്തതുകൊണ്ടൊക്കെ. അപ്പം അങ്ങനെ അവരൊക്കെ ഉറങ്ങി നീച്ചു കുളിയൊക്കെ കഴിഞ്ഞ് വലിയേട്ടൻ പോയിട്ടോ, ചായയുടെയൊക്കെ കഴിഞ്ഞിട്ട്. അപ്പോഴത്തേൻ്റെ രാജേട്ടനും പോയായിരുന്നു കേട്ടോ. രാജേട്ടൻ പിന്നെ ഇത്രയും സമയം വരെ ഒന്നും ഇരിക്കില്ല. 4-4:30 രാജീവേട്ടൻ പോവുക. അപ്പോൾ ഏട്ടനൊക്കെ ഒരു 3 മണിക്കൊക്കെ എണീച്ചിട്ട് പോകും കേട്ടോ. പിന്നെ കാപ്പിയാണ് ഇവിടെ ഉച്ചയ്ക്ക് ശേഷം വെക്കാറ്. അപ്പോൾ ഈ ചൂട് കാരണം ഇപ്പോൾ അങ്ങനെ കാപ്പി അങ്ങനെ അധികം ആരും കുടിക്കാറൊന്നുമില്ല കേട്ടോ. എന്നാലും വേണ്ട എന്തെങ്കിലുമൊക്കെ ചായക്ക് കടി ഉണ്ടാവും. കാപ്പിയൊക്കെ പിന്നെ ഞാൻ നല്ല ചൂടാറ്റിയതിന് ശേഷം പച്ചവെള്ളത്തിൽ വെച്ച് ചൂടാറ്റിട്ടോ എന്നിട്ടൊക്കെ കുടിക്കുക. അപ്പോൾ അങ്ങനെ അവരൊക്കെ പോയി. അപ്പോൾ ചായ കാപ്പിയൊക്കെ പിന്നെ ഇങ്ങനെ തണുപ്പിച്ച് ഞാൻ കുറച്ച് നേരം കുറച്ച് വെത്തലൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ കൂട്ടിയിട്ട് ഞാനും ചായയൊക്കെ കുടിച്ചു കേട്ടോ. പിന്നെ ഇത് കഴിഞ്ഞ ഒരു വീഡിയോയ്ക്ക് നമുക്കൊരു ബാഡ് കമൻ്റ് ഒക്കെ വന്നു. അപ്പോൾ നമുക്ക് അങ്ങനെ അയക്കണവരുടെ ഒന്നും നമ്മളെ മെയിൻറ്റെയിനേ ഇല്ല കേട്ടോ. കാരണം അവർക്കുണ്ടല്ലോ അമ്മയും പെങ്ങന്മാരൊക്കെ. അപ്പോൾ നമ്മളത് മാത്രം നമ്മൾ അതിനൊന്നും ഇപ്പോൾ ഒന്നിനും റീപ്ലൈ കൊടുക്കാൻ പോകുന്നില്ല കേട്ടോ. അപ്പോൾ അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് തുണികളൊക്കെ അലക്കാട്ടിട്ടുണ്ടായിരുന്നു, അതൊക്കെ എടുത്തു കൊണ്ടുവന്ന് വെച്ചു. പിന്നെ വലിയമ്മായി അത് കുളിക്കാനും തീരുമാനമൊക്കെ ആയിട്ട് പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ താഴത്തെ വീട്ടിലത്തെ പൈപ്പിൽ കുറച്ച് വെള്ളമുണ്ട്. അപ്പോൾ അതിൽ പോയിട്ട് അലക്കാന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങോട്ട് പോവുകയാണ്. പിന്നെ ഞാൻ ആ സമയം കൊണ്ട് വേഗം അടിച്ചൊക്കെ വാരി വിളക്കുളത്തുമ്പോഴത്തേന് വേഗം അടിച്ച് വരണം. അമ്മ പിന്നെ കുളിയൊക്കെ കഴിഞ്ഞ് വെള്ളം നിറച്ച് വെച്ചാൽ അമ്മ കുളിച്ച് വന്ന് അമ്മ പിന്നെ അതൊക്കെ ചെയ്യും കേട്ടോ. പിന്നെ പുതിയതായിട്ട് നമ്മുടെ വീഡിയോ കാണുന്ന പുതിയ കൂട്ടുകാരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. പിന്നെ വീഡിയോ മുഴുവനായിട്ടൊന്ന് സ്കിപ്പ് ചെയ്യാതെ കാണുകയൊക്കെ വേണം കേട്ടോ. എന്നാലേ നമുക്ക് വാച്ച് അവർ ഒന്നും ആയിട്ടില്ല, കംപ്ലീറ്റ് ആയിട്ടില്ല. അപ്പോൾ നിങ്ങളുടെ ഓരോരുത്തരുടെയും സപ്പോർട്ടും സ്നേഹമൊക്കെ ഉണ്ടെങ്കിലേ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ കേട്ടോ. കാരണം നമ്മൾ പിന്നെ ഇപ്പോൾ തുടങ്ങിയ ഒരു കുഞ്ഞ ചാനലാണ്, കുഞ്ഞു വീഡിയോ ഒക്കെയാണ് നമ്മൾ അപ്ലോഡ് ചെയ്യാറ്. നമ്മൾ ഡെയിലി നമ്മുടെ ലൈഫിൽ എന്തൊക്കെയാണ് നടക്കണം, നമ്മുടെ വീട്ടിലെ വിശേഷങ്ങളൊക്കെ ആയിട്ടാട്ടോ നിങ്ങളുടെ മുന്നിൽ വരാറ്. അപ്പോൾ നമ്മുടെ ചാനലൊന്നും ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നമ്മുടെ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ എല്ലാ പണികളൊക്കെ കഴിഞ്ഞു. അടുത്ത വീട്ടിലത്തെ പെൺകുട്ടി കുറച്ച് നേരം വർത്താനൊക്കെ പറഞ്ഞിരുന്നു. അമ്മായിമാരുടെ അലക്കലും കുളിയൊക്കെ കഴിഞ്ഞു കേട്ടോ. പിന്നെ അവർ TV ഒക്കെ ഇട്ട് കൊടുത്തു. ധുനി ബേബി അവിടെ കളിക്കുന്നുണ്ട്. പിന്നെ വേഗം പെട്ടെന്നൊക്കെ വന്ന് അവൾക്ക് കുറുക്കൊക്കെ ഉണ്ടാക്കി വെച്ചു, അവൾക്ക് കഴിക്കാൻ കൊടുത്തു. അവളൊന്ന് മേല് കഴിച്ചു. മേലൊക്കെ കഴുകൽ കഴിഞ്ഞിട്ടാട്ടോ ഞാൻ കുളിപ്പിച്ചത്. അപ്പം അതിന് ശേഷം ഏട്ടൻ വന്നിട്ട് പിന്നെ കുറച്ച് നേരം അവളെ എടുത്തും കൊണ്ട് അങ്ങനെ TV ഒക്കെ കണ്ടങ്ങനെ ഇരുന്നു. അപ്പോൾ ഞാൻ ആ സമയം കൊണ്ട് ഞാൻ പോയി കുളിച്ചിട്ടൊക്കെ വന്നു കേട്ടോ. കാരണം രാത്രി നമ്മൾ കുളിച്ചിട്ട് കിടന്നാൽ നമ്മൾ പകലിങ്ങനെ വിയർത്തൊഴുകണ പോലെ ഒഴുകുക കേട്ടോ. നല്ല ചൂടാണ്, ഷീറ്റാണ് വീട്. പിന്നെ അങ്ങനെ മരങ്ങളൊക്കെ കുറവായതുകൊണ്ട്, മരങ്ങളുണ്ട് ഒരുപാട്, പക്ഷെ നമുക്ക് ആ സമയത്തിന് ആ നെറുകിൽ സൂര്യൻ വരുമ്പോഴേക്കും നല്ല ചൂടായിരിക്കും കേട്ടോ. അപ്പോൾ അങ്ങനെ അവളെ ഇനി കിടക്കാനാകുമ്പോഴത്തേനും ഒന്നുകൂടി മേല് കഴുകേണ്ടി പറഞ്ഞിട്ട് മേല് കഴുകുകയാണ് കേട്ടോ. മേലൊക്കെ കഴുകി പിന്നെ ഏട്ടൻ ഭക്ഷണം കഴിച്ചു. ഏട്ടൻ കുളിച്ചു വന്നിട്ട് പിന്നെ ഞാനാട്ടോ ഭക്ഷണം കഴിച്ചത്. അപ്പോൾ അപ്പോഴത്തേനും അമ്മയും അമ്മായിമാരൊക്കെ പോയി കിടന്നായിരുന്നു. പിന്നെ പാത്രം കഴുകി വെക്കണം. പിന്നെ രാത്രി എത്ര വൈകിയാലും പാത്രങ്ങളൊക്കെ കഴുകി വെച്ചിട്ടാട്ടോ കിടക്കാറ്. അല്ലെങ്കിൽ നമുക്കൊരു സമാധാനം ഉണ്ടായില്ല. രാവിലെ എണീച്ചാലും പിന്നെ ഒക്കെ കഴുകണം, മോറണം. അപ്പോൾ അതും ഒരുപാട് പണിയായിരിക്കും. അപ്പോൾ എത്ര വൈകിയാലും ഞാൻ പാത്രങ്ങളൊക്കെ കഴുകി വെച്ചിട്ടാട്ടോ കിടക്കാറ്. അപ്പോൾ ഇനിയിപ്പോൾ കുട്ടി ഉറങ്ങിയാലും ഏട്ടൻ തുണയ്ക്ക് വരും ഇങ്ങോട്ട് കേട്ടോ. അടുക്കള ഭാഗത്തേക്ക് തുണയ്ക്ക് വരും.
അപ്പോൾ ഞാൻ അതെല്ലാം കഴുകി വെക്കാറാണ്. അപ്പം തന്നെ കഴുകി വെക്കും. പിന്നെ കഴിഞ്ഞൊരു വീഡിയോ ഇട്ടായിരുന്നു ഞാൻ, നമ്മുടെ ഒരു ചേച്ചി കമൻറ്റ് ഇട്ടായിരുന്നു. ചേച്ചി സ്വയം പരിചയപ്പെടുത്തിയിട്ട് എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, നമ്മുടെ ആലപ്പുഴയുള്ള ഷീബ ചേച്ചി. അപ്പോൾ ചേച്ചി പറഞ്ഞ മോളെ പേര് മാത്രം എന്താ നീ എൻ്റെ പറഞ്ഞില്ല എന്നൊക്കെ പറഞ്ഞ് ചേച്ചി റീപ്ലൈ അയച്ചായിരുന്നു. അപ്പോൾ ചേച്ചി എനിക്ക് ആ ടൈമിൽ റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് എനിക്ക് ഓർമ്മ ഉണ്ടായിരുന്നില്ല, അതുകൊണ്ടാണ് ഞാൻ ചേച്ചിയുടെ പേര് പറയുന്നത്. നമുക്ക് ഓരോ സബ്സ്ക്രൈബറും നമ്മുടെ കുടുംബത്തിലെ ഒരു അംഗത്തെ പോലെ തന്നെ കേട്ടോ. അപ്പോൾ എനിക്ക് അവരോടൊക്കെ എൻ്റെ ഒരു സഹോദരന്മാരെ പോലെ, അല്ലെങ്കിൽ ഒരു ജ്യേഷ്ഠൻ ജ്യേഷ്ഠത്തി, അനിയത്തി അനിയന്മാർ, അങ്ങനെയുള്ളൊരു സ്നേഹവും ഇതൊക്കെയാണ്. കാരണം നിങ്ങളുടെ ഓരോരുത്തരുടെയും സപ്പോർട്ടില്ലെങ്കിൽ ഇപ്പോൾ നമ്മളൊരു കുഞ്ഞ് ഫാമിലിയായി വളർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരോടും എനിക്ക് ഒരുപോലെ കേട്ടോ, അത് പക്ഷേഭേദമൊന്നുമില്ല. അപ്പോൾ ചേച്ചി മെസ്സേജ് അയച്ചുകൊണ്ട് ഞാൻ ചേച്ചിയുടെ പേര് ചേച്ചി സ്വയം പരിചയപ്പെടുത്തി തന്നുകൊണ്ട് ഞാൻ അങ്ങനെ ചേച്ചിയുടെ പേരെടുത്ത് പറഞ്ഞത് കേട്ടോ. അപ്പോൾ അതിന് ആരും അതിൻ്റെ പേരിൽ വിഷമിക്കേണ്ട കേട്ടോ. അപ്പോൾ അങ്ങനെ ഇതാ അവളെ കുളിപ്പിച്ച വെള്ളമൊക്കെ ഒരുപാട് വൈകിയിരുന്നു കേട്ടോ. വെള്ളമൊക്കെ എടുത്ത് വെച്ച് ഇട്ടുണ്ടായിരുന്നു, അതൊക്കെ കുളിപ്പിച്ച് കഴിഞ്ഞ് വെള്ളമൊക്കെ എടുത്ത് കളഞ്ഞു കേട്ടോ. പിന്നെ അടുത്ത വീഡിയോ കാണുന്നവരേക്കും